Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So now we are on our revision series and here we are having Maha Revision Series Part 3 and we are going to discuss some important points and which will be very helpful for you people. Okay, so now let's begin. എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. ആസ് ഇഫ് എ ടീച്ചർ നിങ്ങളുടെ ആ ഒരു പ്രൊഫഷനോട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു എത്തിക്സ്, ആ ഒരു മൊറാലിറ്റി എന്നൊക്കെ പറയില്ലേ, ആ ഒരു മോറൽ സൈഡിലൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. എപ്പോഴും സ്റ്റുഡൻസിന് ഫേവറായിട്ട് എന്നാൽ രണ്ട് കൂട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു കാമായിട്ടുള്ള ഒരു സൊല്യൂഷനായിരിക്കണം സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ. അല്ലാതെ കുട്ടികളെ ബീറ്റ് ചെയ്യും അല്ലെങ്കിൽ കുട്ടികളെ പണിഷ് ചെയ്യും അങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ചൂസ് ചെയ്യരുത്. പകരം കുട്ടികളെ വിളിച്ച് സംസാരിക്കുമെന്നോ അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലെ കൊടുക്കുമെന്നോ കുട്ടികളായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യും. നിങ്ങളുടെ കണ്ണ് ചെന്ന് ലോക്ക് ചെയ്യേണ്ടത്. ഐ തിങ്ക് യു പീപ്പിൾ ഗെറ്റ് ദ പോയിൻറ്റ്, റൈറ്റ്? അതുപോലെ തന്നെയാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യും, കുട്ടികൾ എങ്ങനെ അത് റിയാക്ട് ചെയ്യും, എങ്ങനെ ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെയുള്ള കുറേ അധികം പോയിൻറ്റ്സ് ഞാൻ ഓൾറെഡി എൻ്റെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു 15 to 20 പോയിൻറ്റ്സ് ആണ് എന്ന് തോന്നുന്നു. അത് ഞാൻ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മിസ് ഔട്ട് ചെയ്തൊരു മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കിക്കോളൂ, നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് ഫേവറായി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആസ് എ ടീച്ചർ ആൻസർ ചെയ്യാൻ. ഓക്കെ, അവിടെയാണ് നമ്മൾ പോയിൻറ്റ്സ് കിടക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നു, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെഷൻ നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് കാണും. ആ ഒരു 6 മാർക്സ് മസ്റ്റായിട്ട് നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ വീണ്ടും നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻ നല്ല ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് എന്നാണോ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് എന്നാണോ. ആ ഇൻകറക്റ്റും കറക്റ്റും നമ്മൾ ടെൻഷൻ കാരണം, എനിക്കറിയാം എല്ലാവർക്കും ടെൻഷൻ്റെ സ്ട്രെസ്സും പേടിയും എല്ലാം ഉണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻസ് വായിക്കാൻ. കാരണം വൺസ് ഈ 2 hours കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറിയായിരുന്നു, പക്ഷേ ഞാൻ ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ വിട്ടുപോയി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കുക. അത് ഇൻകറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പിംഗ് ടെക്നിക്കോ എലിമിനേഷൻ ടെക്നിക്കോ അത് ഞാൻ വഴിയെ എന്തായാലും പറഞ്ഞു തരാം, അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഇൻ ടു ആ വീഡിയോ. ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിൻ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഓൾറെഡി എൻ്റെ ലാസ്റ്റ് ടൈം 14th August ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു എക്സാം ടൈമിൽ ഞാൻ ഓൾറെഡി ഈ റിവിഷൻ കണ്ടക്ട് ചെയ്തതാണ്. ഈവൻ ദോ സ്റ്റുഡൻസിന് അത് ആപ്ലിക്കബിൾ അല്ല അല്ലെങ്കിൽ മാം അത് പണ്ടത്തെ വീഡിയോ ആണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവരോട് ഞാൻ പറയുന്നു, ആ വീഡിയോസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എനിക്ക് പറയാനുള്ളത് പ്രൈമറി ഡ്യൂട്ടി ഓഫ് എ ടീച്ചറാണ്. ഒരു ടീച്ചറിൻ്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് അവനെ ആ ഒരു സ്കോലാസ്റ്റിക് ഏരിയാസ്, അതായത് ആ പഠനത്തിൻ്റെ ഏരിയാസിൽ മാത്രം അവനെ നന്നാക്കി എടുക്കാം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഓൾ അറൗണ്ട് ഡെവലപ്മെൻറ്റ്, അവൻ്റെ ബിഹേവിയർ അവൻ കുറച്ച് നോട്ടിയാണ്, അവൻ കുറച്ച് തെമ്മാടിയാണ്, കുറച്ച് കുരുത്തം കെട്ടവനാണെങ്കിൽ കൂടി അവനെ നമുക്ക് ആസ് എ ടീച്ചർ, ആസ് എ സെക്കൻഡ് മദർ നമുക്ക് അവനെ നേരെയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി പെർഫെക്റ്റ്, റൈറ്റ്? സോ അങ്ങനെ ഒരു ഓൾ അറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻ്റാണ് ആസ് എ ടീച്ചർ നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വേണം ചിന്തിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ. അതും സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ആ 4 ഓപ്ഷൻസിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ എൻ്റെ 2 days ബിഫോർ വീഡിയോയിൽ ഞാൻ റിസർച്ച് സീരീസിനെ പറ്റിയിട്ട് ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ വേറൊരു സീക്വൻസ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാം, ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ റിസർച്ച്.
ആ എഡ്യൂക്കേഷൻ റിസർച്ചിൻ്റെ സ്റ്റെപ്സാണ് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം. ഓക്കെ, ആദ്യം നമ്മൾ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തു, പിന്നെ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു, defining the problem, then formulate the hypothesis, then collection of data, verifying hypothesis and report results. എപ്പോഴും ഇതുപോലത്തെ സീക്വൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അറ്റ് ദ എൻഡ് പോയിൻ്റ് ആണ്. ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ് നിങ്ങൾ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ടത്. ലാസ്റ്റത്തെ പോയിൻ്റ് ഇപ്പോൾ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ റിസൾട്ട്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ റിപ്പോർട്ട് റിസൾട്ട്സ് ഫൈൻഡിങ് അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ ആ ലാസ്റ്റത്തെ ആ ഒരു പോയിൻ്റ് ഇല്ലേ, 4, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു സീക്വൻസിൽ 6 സ്റ്റെപ്പ് അല്ലെങ്കിൽ 5 സ്റ്റെപ്സ് ഉണ്ടാവും. ആ 5th സ്റ്റെപ്പിൽ ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത അനാലിസിസിനോ ഇൻ്റർപ്രിട്ടേഷനോ അല്ലെങ്കിൽ റിപ്പോർട്ട് റിസൾട്ട്സ് എന്നോ ആ ഒരു ഫൈൻഡിങ്, ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു പോയിൻ്റ് നിങ്ങൾ കാണുവാണ്. അതിൽ ആ 4 ഓപ്ഷൻസിൽ ആകെ ഒരെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ അത് ഉള്ളെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദറ്റ് ഓപ്ഷൻ. കാരണം അത് തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ. പിന്നെ എപ്പോഴും സ്റ്റുഡൻസിനുള്ള ഒരു കൺഫ്യൂഷനാണ്, പ്രോബ്ലം ഡിഫൈൻ ചെയ്തിട്ടാണോ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, കളക്ഷൻ ഓഫ് ഡേറ്റ കഴിഞ്ഞിട്ടാണോ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ് നടത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡേറ്റ കളക്ഷന് ഇറങ്ങുള്ളൂ. ഓക്കെ, സോ ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ നടത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡേറ്റ കളക്ഷൻ ഇറങ്ങുന്നത്. അത് ഒന്ന് പ്രത്യേകം ഓർത്തിരുന്നോളൂ. ഇപ്പം നിങ്ങളിത് കേൾക്കും, ഓക്കെ മാം പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കാം. പക്ഷേ എക്സാം ടൈമിൽ ആ ഒരു എക്സാം ഹോളിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്നായിരിക്കും നിങ്ങൾക്കിത് മാറിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ 2 പോയിൻറ്റ്സ് കാണും. ആ 2 പോയിൻറ്റ്സ് കാണുമ്പോൾ ഓക്കെ ഇതിലേതോ ഒന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് വായിച്ച് നോക്കുമ്പോഴേക്കും ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് ആണോ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡേറ്റ ആണോ ഫസ്റ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പാടില്ല. ഓക്കെ, പിന്നെ ഇനി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൈക്രോ ടീച്ചിങ് ആണ്. മൈക്രോ ടീച്ചിങ് പ്രൊപ്പൗണ്ട് ചെയ്തത് ഡ്യുവറ്റ് അലൻ ആണ്. ഇത് എന്നോട് ഒരു സ്റ്റുഡൻറ്റ്, വൺ ഓഫ് ആ സ്റ്റുഡൻറ്റ് നമ്മളോട് ചോദിച്ചിരുന്നു, മാം മൈക്രോ ടീച്ചിങ്ങിനെ പറ്റി ഒന്ന് ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യുമെന്ന്. ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ്. ഈവൻ ദോ ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു കുട്ടി സെഷനായിട്ട് ഒന്ന് വേഗം 2-3 സെൻറ്റൻസിൽ പറഞ്ഞു പോകാം. ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് അതൊരു ടീച്ചർ ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ടെക്നിക്കാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് റിവ്യൂ ചെയ്യും, ആ റെക്കോർഡിംഗ് ഒരു ടീച്ചിങ് സെഷൻ അവിടെ കണ്ടക്ട് ചെയ്യും. എന്നിട്ട് അതിൽ ആവശ്യമുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് അവരെല്ലാം നല്ല രീതിയിൽ കീനായിട്ട് നല്ല ഡീപ്പ് അനാലിസിസ് നടത്തിയിട്ട് അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തും. ഓക്കെ, ഇതാണ് മൈക്രോ ടീച്ചിങ്. അതൊരു സെൽഫ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം ബേസ് ചെയ്തുള്ളൊരു ടീച്ചിങ് ആണ് മൈക്രോ ടീച്ചിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആദ്യം നമ്മൾ ഒരു മൈക്രോ ലെസൺ, ഒരു കുട്ടി ടോപ്പിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് നമ്മൾ മൈക്രോ ലെസൺ ടീച്ചിങ് നടത്തും. ഓക്കെ, ദെൻ ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ അവിടെ അനാലിസിസ്, ഡിസ്കഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഞാൻ നിങ്ങളോട് എല്ലാ ടോപ്പിക്കും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഏതൊരു പോയിൻ്റ് ആയിക്കോട്ടെ, ഏതൊരു കീവേഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊരു വേർഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഒന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് നേരിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഗൂഗിളിലെ എല്ലാ വേർഡ്സിൻ്റെ മീനിങ് ഉണ്ടാവും. സോ അങ്ങനെ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത് ഗൂഗിളുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ ദോ എൻ്റെ ക്ലാസ് ഉൾപ്പെടെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു സപ്പോർട്ടിംഗ് ഫാക്ടർ, ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ എൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു വേർഡ് നിങ്ങൾക്ക് കിട്ടിയില്ല, ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. എന്നിട്ട് അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അല്ലാതെ പടം പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ PG കഴിഞ്ഞവരാണ്, സോ നിങ്ങൾക്ക് ഏകദേശം എല്ലാ വേർഡ്സിൻ്റെ മീനിങ് അറിയാം. അത് തന്നെ ആയിരിക്കുള്ളൂ മീനിങ്. നമ്മൾക്ക് അറിയാത്ത ടേം ആണെങ്കിൽ പോലും അതിൻ്റെ മീനിങ് നമുക്ക് ഏകദേശം അറിയുന്നതായിരിക്കാം. പക്ഷേ നമ്മൾ ഇതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. പക്ഷേ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മീനിങ് കാണുമ്പോൾ ഓക്കെ ഇതെനിക്കറിയാവുന്നതാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.
സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ടേം കണ്ടാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും മനസ്സിലാക്കി നോക്കുക എന്താണ് ഈ വേർഡ്, അതിൻ്റെ മീനിങ്. 2 വേർഡും സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ഓപ്ഷൻസിൽ ആൻസർ ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇത് എൻ്റെ വാക്ക്, ഞാൻ കുറേ അധികം ട്രൈ ചെയ്ത് വർക്കൗട്ട് ചെയ്യുക ഒരു ടെക്നിക്കാണ്. ഓക്കെ, നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു ടെക്നിക്ക് ട്രൈ ചെയ്തിരിക്കണം. ഇറ്റ് വിൽ വർക്ക്സ് വണ്ടർ. മിറാക്കിൾ തന്നെ സംഭവിക്കും, ഞാൻ 100% ഉറപ്പ് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് മൈക്രോ ടീച്ചിങ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ്. അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെ ആക്ടിങ് അവിടെ ഒരു പാസീവ് റോളായിരിക്കും. ജസ്റ്റ് ഒരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് ടീച്ചർ ഒരു പ്രോബ്ലം സ്റ്റുഡൻസിന് സെറ്റ് ചെയ്തിട്ട് മാറി നിൽക്കും. വാട്ട് ദ സ്റ്റുഡൻസ് വിൽ ഡു എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ആർ ഓൺ ദ ഫ്ലോർ. എന്നിട്ട് സ്റ്റുഡൻസ് ആണ് ആ ഒരു പ്രോബ്ലം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തണം എന്നുള്ളത്. ഓക്കെ, സോ ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 പോയിൻ്റ് മനസ്സിലായില്ലേ? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണെന്ന് മനസ്സിലായി. പിന്നെ ഞാനിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, ഒരു വേർഡ്, ആ വേർഡിനെ നിങ്ങൾക്ക് ഏകദേശം അറിയണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ആ ഒരു മീനിങ്ങിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് പോലെയുള്ള മെത്തേഡ്സ് ചിലപ്പോൾ കുറച്ച് സ്റ്റുഡൻസിന് ഇതൊരു അൺഅവെയറായിട്ടുള്ള ഒരു ടേം ആയിരിക്കും. കാരണം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തറമായിട്ട് വർക്കൗട്ട് ചെയ്തവരാണ്. ഒരു 2-3 ടൈംസ് എങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ത്രൈസ് ടൈംസ് എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്കമിങ് എക്സാമില്ലേ, കേരള സെറ്റ് 2022 എക്സാം, ആ എക്സാം നിങ്ങൾക്ക് ഈസിയായി ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ഈ ദിവസങ്ങൾ, ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് ആകെ 2 days. കാരണം ഇന്നിപ്പോൾ 6th ആയി അല്ലേ? സോ 6th ആയി, 7th ആയി, 8th ആയി, 9th എക്സാം ഡേ ആണ്. സോ അത് നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ 6th, 7th, 8th. ഓക്കെ, ദെൻ ഓൾസോ വി ആർ ഗെറ്റിംഗ് 3 days. പക്ഷേ ഇപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റായി. ആ 2 ദിവസമെങ്കിലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം വർക്കൗട്ട് ചെയ്യുക. എൻ്റെ സ്റ്റുഡൻസ് ഞാൻ പറയുന്ന പോലെ തന്നെ നീങ്ങിക്കഴിഞ്ഞാൽ ഐ ക്യാൻ ഡെഫിനറ്റ്ലി guarantee you that you people can definitely crack this exam. Okay, so with this note we are concluding right now. Let's see in the next video. Till then, work hard and study well. Know that I am not including much points in these videos. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്റ്റുഡൻസിന് ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ദിവസം ഞാൻ കുറേ അധികം ഇങ്ങനെ പഠിപ്പിച്ച് കഴിയുമ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും ഒരു ടെൻഷൻ, കർത്താവ് ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ അത് പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള ടെൻഷനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2-3 പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം മോട്ടിവേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, I hope you people get this point and you people understand the points. Okay, so that's it. Thank you.